എടുക്കണം. അപ്പൊ അവിടെ പോയി പണിയെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ജീവനൊക്കെ ഒരു വിലയില്ല ഇവന്മാർക്ക്. അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ കർണാടക പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ എന്തെന്ന് വെച്ചാൽ ചെയ്യുക. അങ്ങനത്തെ അവന്മാരാണ് ശരിക്കും അവന്മാര്. ഞാനും കുറച്ചു കാലം ബാംഗ്ലൂരുള്ളതായിരുന്നു, എനിക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഒരിടത്ത് ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കണമെങ്കിൽ പോലീസുകാർ മിണ്ടാതെ ഓടിപ്പോവും. ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ 10,000-4,000 രൂപ 2,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാര് ജോലി നോക്കി പോവും. ഇതാണ് കർണാടക ഗവൺമെന്റ്. നമ്മളെ കേരളത്തിൽ അങ്ങനെയല്ല. പക്ഷെ ഇവിടെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ദിവസം തന്നെ അർജുൻ വെളിയിറങ്ങിയാണ്, ഉറപ്പായിട്ടും. ഇതിപ്പോ ഇത്രയും കാലം നൈറ്റ് സെർച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്, രാത്രി സെർച്ച് ചെയ്യാൻ സമ്മതിക്കണില്ല. അതായത് നൈറ്റ് സെർച്ച് അവർക്ക് പറ്റൂല. ഈ ഇഷ്ടംപോലെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് നടപ്പുണ്ട്. നൈറ്റ് സെർച്ച് സമ്മതിക്കൂല. ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരെ അവർ അക്സെപ്റ്റ് ചെയ്യൂല. അവന്മാർ തോന്നിയ മാസം അഴിഞ്ഞാടുകയാണ് അവിടെ. ആരും ചോദിക്കരുത്, ഇതൊന്നും ആരും ചോദിക്കരുത്, ആരും കാണുകയും ചെയ്യരുത്. ഇതാണ് ഈ നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ